ബുദ്ധിയുടെ 5 തലങ്ങൾ. നിങ്ങളൊരു പോൺ മാത്രമാണോ? ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ പറയട്ടെ. നമ്മളിൽ 90% ആളുകളും ഈ ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാതെയാണ് ജീവിക്കുന്നത്. അവർ മറ്റാരോ കളിക്കുന്ന ഒരു ഗെയിമിലെ വെറും പോൺകൾ അഥവാ പാവകൾ മാത്രമാണ്. ഇന്റലിജൻസ് എന്നാൽ കുറേ കാര്യങ്ങൾ മനഃപ്പാഠം പഠിക്കുന്നതോ നല്ല മാർക്ക് വാങ്ങുന്നതോ ബുദ്ധിപരമായി സംസാരിക്കുന്നതോ അല്ല. യഥാർത്ഥ ഇന്റലിജൻസ് എന്നാൽ സർവൈവലാണ്, ലെവറേജ് ആണ്. ഈ റിയാലിറ്റി നിങ്ങളെ രൂപപ്പെടുത്തുന്നതിന് മുൻപ് അതിനെ അങ്ങോട്ട് രൂപപ്പെടുത്താനുള്ള നിങ്ങളുടെ കഴിവാണ്. ഈ ഇന്റലിജൻസിന് 5 തലങ്ങളുണ്ട്. നിങ്ങൾ മുകളിലേക്ക് കയറുന്തോറും കളിക്കുന്നവരുടെ എണ്ണം കുറയും. അവസാനം വിരലിൽ എണ്ണാവുന്നവർ മാത്രം ആ 5ാമത്തെ തലത്തിലെത്തും. അവിടെ അവർ ഗെയിം ജയിക്കുകയല്ല, ഗെയിം ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആ ഗെയിം എന്താണെന്നും നിങ്ങൾ അതിൽ എവിടെയാണ് നിൽക്കുന്നതെന്നും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പഴയതുപോലെ ചിന്തിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സായ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യതന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സ് വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20ലധികം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി ലഭിക്കുന്നു. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 10 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള ബാക്കി 150 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ലെവൽ 1, ദ പോൺ. പാവം അല്ലെങ്കിൽ വെറും കരു. പോൺ എവിടെയുമുണ്ട്. നിങ്ങൾ അവരെ വഴിയിൽ കാണുന്നു. ഓഫീസിൽ അവർ നിങ്ങളുടെ അടുത്തിരിക്കുന്നു. ക്ലാസ് മുറികളിൽ അവരുണ്ട്. ബഹുമക്ഷവും ഇവരാണ്. പോണിന്റെ പ്രശ്നം കഴിവില്ലായ്മയല്ല, അവയർനെസ് ഇല്ലാത്തതാണ്. അവർ റിയാക്ട് ചെയ്ത് ജീവിക്കുന്നു. ഭയമാണ് അവരെ ഭരിക്കുന്നത്. സമൂഹമുണ്ടാക്കിയ നിയമങ്ങൾ അവരനുസരിക്കുന്നു. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോർത്ത് അവർ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. അവരുടെ അഭിപ്രായങ്ങൾ സ്വന്തമാണെന്ന് അവർ കരുതുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കേട്ടു വളർന്ന മാതാപിതാക്കൾ, ടീച്ചർമാർ, മീഡിയ, രാഷ്ട്രീയം ഇവരെല്ലാം നൽകിയ ചിന്തകളാണ് അവർ സ്വന്തം എന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊരു പോണിനോട് ചോദിച്ചാൽ അവർ പറയും, ഇങ്ങനെയൊക്കെയാണ് ജീവിതം, എല്ലാവരും ഇങ്ങനെയാണ്. ഇതൊരു കാരണമല്ല, ഇത് നിങ്ങളെ പൂട്ടിയ ചങ്ങലയാണ്. പോണിന്റെ ഏറ്റവും വലിയ ഭയം ഉത്തരവാദിത്വമാണ്. കാരണം താൻ നിസ്സഹായനല്ല എന്ന് സമ്മതിച്ചാൽ താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വരും. പ്രവർത്തിക്കാൻ അവർക്ക് ഭയമാണ്. അതുകൊണ്ട് അവരെപ്പോഴും മറ്റൊരാൾ അവരെ നയിക്കാൻ വേണ്ടി കാത്തിരിക്കും. നിങ്ങൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട. നിങ്ങളൊരു കെണിയിലാണെന്ന് തിരിച്ചറിയുന്നത് തന്നെയാണ് അതിൽ നിന്നുള്ള ആദ്യപടി. ലെവൽ 2, ദ പാരറ്റ്. തത്ത. പോൺ ഉണർന്നു തുടങ്ങുമ്പോൾ അവൻ ദ പാരറ്റായി മാറുന്നു. ഇവൻ പോണിനേക്കാൾ ശബ്ദമുണ്ടാക്കും. ബുദ്ധിപരമായി തോന്നുന്ന കാര്യങ്ങൾ ആവർത്തിക്കാൻ ഇവൻ പഠിച്ചു. പക്ഷേ അതിന്റെ ആഴം അല്ലെങ്കിൽ വെയിറ്റ് അവൻ അറിയില്ല. ഇവൻ കോഡ്സുകളും ഐഡിയാസും ഫാക്ട്സുകളും ശേഖരിക്കുന്നു. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇയാൾ വലിയ ബുദ്ധിമാനായി തോന്നും. പക്ഷെ സൂക്ഷിച്ചു കേട്ടാൽ അറിയാം, എല്ലാം കടമെടുത്തതാണ്. പാരറ്റ് ആൾക്കൂട്ടത്തിനനുസരിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. എന്തു പറഞ്ഞാൽ കൈയടി കിട്ടും, എന്തു പറഞ്ഞാൽ ആളുകൾ ഇന്റലിജന്റ് എന്ന് വിളിക്കും എന്നിവർക്കറിയാം. ഇതൊരു പുരോഗതിയാണ്. പക്ഷെ ഇത് അപകടകരമായൊരു കെണിയാണ്. കാരണം ഈ ലെവലിൽ പലരും കുടുങ്ങിപ്പോകാറുണ്ട്. അവർ സ്വന്തമായി ചിന്തിക്കുന്നില്ല, അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടത് അറിവല്ല, അറിവുള്ളവനായി പെർഫോം ചെയ്യാനാണ് താല്പര്യം. ലെവൽ 3, ദ ഫോക്സ്. കുറുക്കൻ. ഈ ഗെയിമിലെ ആദ്യത്തെ യഥാർത്ഥ കളിക്കാരൻ. പോൺ അനുസരിക്കുമ്പോൾ, പാരറ്റ് അനുകരിക്കുമ്പോൾ, ദ ഫോക്സ് കണക്കുകൂട്ടുന്നു. മാക്കിയാവെല്ലി പറഞ്ഞിട്ടുണ്ട്, കെണികൾ തിരിച്ചറിയാൻ ഒരു കുറുക്കന്റെ സൂത്രവും ചെന്നായ്ക്കളെ പേടിപ്പിക്കാൻ ഒരു സിംഹത്തിന്റെ കരുത്തും വേണം. ഫോക്സ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുകയല്ല,
സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമായി വളയ്ക്കുന്നു. അവൻ വാക്കുകൾക്കപ്പുറം ആളുകളുടെ ഉദ്ദേശ്യങ്ങൾ, മോട്ടീവ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ആളുകളുടെ ആഗ്രഹങ്ങളും ഭയങ്ങളും അവൻ മനസ്സിലാക്കുന്നു. അത് തന്റെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. പാരറ്റ് കയ്യടി ആഗ്രഹിക്കുമ്പോൾ ഫോക്സിന് വേണ്ടത് വിജയമാണ്. അവന് ആളുകളുടെ മുന്നിൽ ബുദ്ധിമാനാകേണ്ട, കളി ജയിച്ചാൽ മതി. പക്ഷേ ഫോക്സിനും പരിമിതികളുണ്ട്. അവന്റെ വിജയങ്ങൾ പലപ്പോഴും ഷോർട്ട് ടേം ആണ്. അവന്റെ സൂത്രങ്ങൾ പുറത്തായാൽ അവന്റെ പവർ തകരും. അവനെ ആളുകൾ ബഹുമാനിക്കും, പക്ഷെ വിശ്വസിക്കില്ല. ലെവൽ 4 ദ പപ്പറ്റിയർ, സൂത്രധാരൻ. ഫോക്സിന്റെ അടുത്ത ഘട്ടം. ചെറിയ ട്രിക്സിലോ ചെറിയ വിജയങ്ങളിലോ ഇയാൾ തൃപ്തനല്ല. യഥാർത്ഥ കൺട്രോൾ എന്താണെന്ന് ഇയാൾക്കറിയാം. ഫോക്സിന് കളി ജയിക്കാൻ അവിടെ നേരിട്ട് നിൽക്കണമെങ്കിൽ പപ്പറ്റിയറിന് അതിന്റെ ആവശ്യമില്ല. അവൻ മെക്കാനിസംസ് അഥവാ സിസ്റ്റങ്ങളെ ചലിപ്പിക്കുന്നു. മറ്റുള്ളവർ സ്വയം എടുക്കുന്നതാണെന്ന് അവർ കരുതുന്ന തീരുമാനങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നവനാണ് ഇയാളുടെ മിടുക്ക്. ആളുകൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്ന നാരറ്റീവ്സ് ഇയാൾ ഉണ്ടാക്കും. ഫോക്സിനെ പോലെ ഇയാൾ ധൃതി കാണിക്കില്ല. ഇയാൾ ക്ഷമയോടെ കാത്തിരിക്കും. അവന്റെ ഫിംഗർ പ്രിന്റ്സ് എവിടെയും കാണില്ല, പക്ഷേ അവന്റെ സ്വാധീനം എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ ഇയാൾക്കും ഒരു പരിമിതിയുണ്ട്. ഇയാൾ മറ്റാരും ഉണ്ടാക്കിയ ഗെയിമിൽ തന്നെയാണ് കളിക്കുന്നത്. ഇയാൾ നടന്മാരെ നിയന്ത്രിക്കുന്നു, പക്ഷെ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടില്ല. ലെവൽ 5 ദി ആർക്കിടെക്ട്, ശില്പി. ഇതാണ് ബുദ്ധിയുടെ ഏറ്റവും ഉയർന്ന, ഏറ്റവും റെയറായ തലം. ഇയാൾ ഗെയിം കളിക്കുകയല്ല, ഗെയിം ഉണ്ടാക്കുകയാണ്. മറ്റുള്ളവർ കളിക്കുന്ന സ്റ്റേജ് ഇയാൾ നിർമ്മിക്കുന്നു. ആർക്കിടെക്ട് ഉണ്ടാക്കുന്നത് സിസ്റ്റങ്ങളെയാണ്, സ്ഥാപനങ്ങളെ, നിയമങ്ങളെ, ആശയങ്ങളെ. അത് തലമുറകളോളം ആളുകളുടെ സ്വഭാവത്തെയും ചിന്തയെയും രൂപപ്പെടുത്തുന്നു. ഇയാളുടെ പവർ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നില്ല, അത് ആ സിസ്റ്റത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കും. അതുകൊണ്ട് തന്നെ അത് പെർമനന്റ് ആണ്. ആർക്കിടെക്റ്റിന് കയ്യടിയോ പ്രശസ്തിയോ വേണ്ട, കാരണം പ്രശസ്തി അപകടമാണെന്ന് ഇയാൾക്കറിയാം. ഇയാളുടെ പേര് ആളുകൾ മറന്നാലും ഇയാൾ ഉണ്ടാക്കിയ സിസ്റ്റം നിലനിൽക്കും. ഇയാൾ ഉണ്ടാക്കിയ നിയമങ്ങൾ ആളുകൾ അനുസരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്റലിജൻസിന്റെ പരമോന്നത തലം. മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയല്ല, അവർ കളിക്കേണ്ട നിയമങ്ങൾ അഥവാ റൂൾസ് ഓഫ് പ്ലേ തന്നെ ഉണ്ടാക്കുക. നിങ്ങൾക്കുള്ള ടാസ്ക്: നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഞാൻ ഉയരുമെന്ന് ടൈപ്പ് ചെയ്യുക. ഐ വിൽ റൈസ്. ഇതെനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളൊരു പോൺ ആയി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളോട് തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഓർക്കുക, ഈ ലെവൽസ് എല്ലാം ഓരോ ചോയ്സ് ആണ്. ഓരോ ദിവസവും നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾ ആരാകണമെന്ന്. മിക്ക ആളുകളും ഈ ഗെയിം നടക്കുന്നത് പോലും അറിയാതെ ജീവിച്ചു മരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ ആ മാപ്പ് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ചോദ്യം ഇതാണ്: നിങ്ങൾ മുകളിലേക്ക് കയറാൻ തയ്യാറാണോ? പോൺ അനുസരിക്കുന്നു, പാരറ്റ് അനുകരിക്കുന്നു, ഫോക്സ് സൂത്രങ്ങൾ മെനയുന്നു, പപ്പറ്റിയർ നിയന്ത്രിക്കുന്നു, ആർക്കിടെക്ട് നിർമ്മിക്കുന്നു. നിങ്ങൾ ആരായി തീരാനാണ് പോകുന്നത്? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക.